Hello guys, welcome back to my YouTube channel. ഗൈസ്, അപ്പോൾ ഇന്നത്തെ ട്രിപ്പിനെ പറ്റി പറയുകയാണെങ്കിൽ ഗൈസ്, ഇന്നത്തെ ട്രിപ്പ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് കല്ലമ്പലത്തുള്ള പുതുശ്ശേരി മുക്കിന്നായിരുന്നു ഗൈസ് ട്രിപ്പ്. അപ്പോൾ നമ്മൾ ട്രിപ്പ് എടുക്കാൻ വേണ്ടിയിട്ട് അങ്ങോട്ട് പൊക്കോണ്ടിരിക്കുകയായിരുന്നു ഗൈസ്. അപ്പോൾ നമുക്ക് ഇന്നത് ഇവിടുത്തെ ഓട്ടോ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്നൊരു സൺഡേ ദിവസമാണ് ഗൈസ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇവിടുത്തെ പയ്യന്മാരെല്ലാം കൂടെ ചേർന്നിട്ട് അതായത് നമ്മളെ കാട്ടിൽ മേക്കതിൽ ക്ഷേത്രം ഉണ്ടല്ലോ, ചവറ, ആ ക്ഷേത്രത്തിൽ പോകാനുള്ള ട്രിപ്പായിരുന്നു ഗൈസ്. അവരുടെ ഒരു ലക്ഷ്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ അവർക്ക് അടിച്ച് പൊളിച്ച് പോകണം എന്നുള്ളൊരു രീതിയായിരുന്നു ഗൈസ്. അങ്ങനെ നമ്മളെ ഓട്ടത്തിന് വിളിച്ചിട്ടുണ്ടായിരുന്നു ഗൈസ്. അപ്പം ഇതിനു മുമ്പ് തന്നെ നമ്മുടെ വണ്ടികൾ, അതായത് നമ്മുടെ 37 സീറ്റ് ബസ്സൊക്കെ ഇവിടെ വന്ന് ട്രിപ്പ് എടുത്ത് പോയിട്ടുണ്ട് ഗൈസ്. എല്ലാം ചെറിയ ചെറിയ ട്രിപ്പൊക്കെ ആയിരിക്കും, എൻഗേജ്മെൻറ്റ് ഓട്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും അടുത്തൊക്കെ ഉള്ള ഓട്ടങ്ങളായിരിക്കും, അല്ലെങ്കിൽ അമ്പല ഓട്ടോ എന്തെങ്കിലും ആയിരിക്കും. പക്ഷേ അവിടുത്തെ പയ്യന്മാരെന്ന് വെച്ച് കഴിഞ്ഞാൽ വേറെ ലെവലാണ് ഗൈസ്. അപ്പം നമ്മുടെ ഇപ്പോഴത്തെ നിയമങ്ങളും കാര്യങ്ങളൊക്കെ അറിയാമല്ലോ. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഓക്കലൊന്നും ഇട്ടുകൂടാ, ഓക്കൽ വെച്ചുകൂടാ. അപ്പം നമ്മളെ ഈ വണ്ടിയിലൊക്കെ ഓക്കലൊക്കെ പൂർണ്ണമായിട്ട് അഴിച്ചിട്ടുണ്ട് ഗൈസ്. അപ്പം നമ്മൾ ഇതുപോലെ ഇട റോഡൊക്കെ കയറി വരുന്ന സമയത്ത് മാത്രമാണ് ഓക്കലൊക്കെ ഇട്ടുകൊണ്ടിരുന്നത്. അല്ല നമ്മൾ ഈ മെയിൻ റോഡിൽ ഓക്കലിട്ട് ഓടയും കാര്യങ്ങളൊന്നും ഇല്ലായിരുന്നു. അപ്പം നമ്മുടെ ബഹുമാനപ്പെട്ട മന്ത്രി പറഞ്ഞിട്ടുണ്ടല്ലോ ഓക്കലും കാര്യങ്ങളൊക്കെ ഇളക്കി വെക്കണമെന്ന് ഗൈസ്. ഓക്കലിൻ്റെ കേസ് പറയുകയാണെങ്കിൽ ഇതിനെ ഒരുപാട് മിസ്യൂസ് ചെയ്തു ഗൈസ്. അതായത് നമ്മളെ വണ്ടി ഫീൽഡിലുള്ള ആൾക്കാർ തന്നെ ഒരുപാട് ഓക്കലിനെ മിസ്യൂസ് ചെയ്തിട്ടുണ്ട് ഗൈസ്. നമ്മൾ വണ്ടിയിൽ സത്യസന്ധമായിട്ട് പറയുന്നത് നമ്മളെ വണ്ടിയിലൊക്കെ ഓക്കലുണ്ടായിരുന്നു ഗൈസ്. അപ്പം നമ്മൾ ഇതുപോലെ ചെറിയ സ്ഥലങ്ങൾ, അതായത് അകത്തോട്ടുള്ള ഉള്ളിലോട്ടുള്ള ഏരിയയിലൊക്കെ പോകുമ്പോൾ ഇതുപോലെ കൊച്ചുങ്ങളാ അല്ലെങ്കിൽ പയ്യന്മാരാ ഓട്ടം വിളിക്കണ സമയത്ത് മാത്രം എടുത്ത് ഓക്കൽ ഓഫ് ചെയ്യണ ഗൈസ് സാധാരണ ചെയ്യുന്നത്. അപ്പം നമ്മളെ വണ്ടിയിൽ ഇപ്പോൾ ഓക്കൽ അഴിച്ചെങ്കിലും നമ്മുടെ അകത്തെ സൗണ്ട് വെളിയിൽ കേട്ടിട്ടാണ് ഗൈസ് ഇത്രയും പയ്യന്മാർ കൂടിയ. അതിൽ രസം ഇതൊന്നുമല്ല, ഈ കയറിയിരിക്കുന്ന പയ്യന്മാരാരും ട്രിപ്പ് വരുന്ന ആ പയ്യന്മാരല്ല. ട്രിപ്പ് പറഞ്ഞവരൊക്കെ ഇനിയാണ് വരാൻ. അത് കുറച്ചും കൂടെ വലിയ ആൾക്കാരാണ്. വലിയ ആൾക്കാരെന്ന് വെച്ചാൽ പയ്യന്മാർ തന്നെ. ഇത് തീരെ കൊച്ചു പിള്ളേരല്ലേ, അല്ലാതെ ഇത്തിരി വലുതായ പയ്യന്മാർ. അപ്പം നമ്മൾ കണ്ട് ഈ ഒരു വളവെന്ന് വെച്ച് കഴിഞ്ഞാൽ ഗൈസ്, നമ്മുടെ 34 സീറ്റും കൊണ്ടുവന്നിട്ട് ഞാനും അല്ലമ്മീണനൂടെ അവിടെ കിടന്ന് വിയർത്ത് കുളിച്ചു ഗൈസ് എത്തി വളച്ചെടുക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ നമ്മൾ ഇതിപ്പോൾ 24 സീറ്റ് വണ്ടി ആയതുകൊണ്ട് തന്നെ നമുക്ക് സുഖമായിട്ട് അതിലേക്ക് കൂടെ കൊണ്ടുവരാൻ കഴിഞ്ഞു ഗൈസ്. ഇവിടെ നിന്ന് നമ്മൾ മുമ്പോട്ട് പോയിട്ട് അവിടെ ഒരു ജംഗ്ഷൻ പോലെ കാണുന്ന അവിടെ നിന്നാണ് നമുക്ക് ട്രിപ്പ് എടുക്കാനുള്ളത്. ഇതിപ്പോൾ ആരൊക്കെ വരണം ആരൊക്കെ വരണില്ല ഒന്നും അറിയാൻ വയ്യ ഗൈസ്. എവിടെ നോക്കിയാലും ആൾക്കാർ വണ്ടി കാണാൻ വേണ്ടിയിട്ട് നിൽക്കുകയാണ് ഗൈസ്. അപ്പോൾ ഇപ്പോഴാണ് ഓക്കലില്ലാത്തതിൻ്റെ ഒരു കുറവ് നമുക്ക് അനുഭവപ്പെട്ടത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഓക്കലൊക്കെ ഉണ്ടെങ്കിൽ ഓക്കലൊക്കെ ഇട്ട് വരുമ്പോൾ എല്ലാവർക്കും ഒരു രസമല്ലേ ഗൈസ്. എന്ന് വെച്ചാൽ അവർ ടൂറിസ്റ്റ് വണ്ടി വിളിക്കുന്നത് തന്നെ എത്തി പാട്ട് കേൾക്കാനും ചാടാനും എടുക്കാനും ഒക്കെ വേണ്ടിയല്ലേ. അത് കുറേ പ്രശ്നങ്ങൾ, അതായത് മനുഷ്യന് താങ്ങാൻ പറ്റണേക്കാട്ടി സൗണ്ടൊക്കെ വെച്ച് കുറേ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാക്കിക്കൊണ്ടും അങ്ങനെയൊക്കെയാണ് ഈ ഓക്കലിൻ്റെ വിഷയം വന്നത്. അപ്പം അതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല ഗൈസ്. അഴിച്ചു വെക്കാൻ പറഞ്ഞാൽ അഴിച്ചു വെച്ചല്ലേ പറ്റുള്ളൂ. പണ്ടത്തെ ഒരു സിറ്റുവേഷൻ എന്ന് വെച്ചാൽ അകത്ത് പാട്ട് പോലും വെക്കാൻ വയ്യാത്തൊരു സിറ്റുവേഷൻ ആയിരുന്നു ഗൈസ്. ഭാഗ്യത്തിന് അത്രയും പ്രശ്നം ഇപ്പോൾ ഇല്ലല്ലോ. ഇപ്പം ചെറിയ രീതിക്കാണെങ്കിലും ഉള്ള പ്രശ്നങ്ങളൊക്കെ ഉള്ളൂ. അതായത് ഓക്കലിൻ്റെ ഒരു വിഷയമാണ് പറഞ്ഞേക്കുന്നത് മെയിനായിട്ട്. ഇപ്പോഴത്തെ മന്ത്രി വന്നപ്പോൾ നമ്മൾ വിചാരിച്ചെന്ന് വെച്ചാൽ ഗൈസ് എല്ലാം അനുവദിക്കും എന്നുള്ളൊരു, എല്ലാം അനുവദിച്ചില്ലെങ്കിലും കുറച്ചെങ്കിലും അനുവദിച്ച് തരും എന്നുള്ള ഇതായിരുന്നു ഗൈസ്. അപ്പം ഇത് ആരൊക്കെയോ പറഞ്ഞ് ഓക്കലാണ് അതാണ് പ്രശ്നം ഇതാണ് പ്രശ്നം എന്ന് പറഞ്ഞ് ധരിപ്പിച്ചാണ് ഗൈസ് ഓക്കലെല്ലാം അഴിച്ചത് ഗൈസ്. അങ്ങനെ നമ്മൾ ഓക്കലിൻ്റെ കാര്യമൊക്കെ നമ്മുടെ പയ്യന്മാരെല്ലാം റെഡിയായി വരുന്നുണ്ട്. യവന്മാരെന്ന് വെച്ചാൽ ഈ കൊച്ചു പയ്യന്മാരെന്ന് വെച്ച് കഴിഞ്ഞാൽ അവന്മാർ വണ്ടി കണ്ടപ്പോൾ തൊട്ട് തുടങ്ങിയ തുള്ളക്കമാണ് ഗൈസ്. അപ്പം നമ്മളെത്തി അകത്തെങ്കിലും പാട്ടിട്ട് കൊടുത്ത്, ഓക്കല ഇടാൻ പറ്റൂല ഗൈസ്. അങ്ങനെ അകത്ത് പാട്ടിട്ട് കൊടുത്ത് യവന്മാരെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെ വണ്ടിയിൽ ഓക്കലും കാര്യങ്ങളൊക്കെ ഉള്ളത് കൊണ്ട് നമ്മളെ വണ്ടി വന്ന് വിളിച്ച പയ്യന്മാരായിരുന്നു ഗൈസ്. അങ്ങനെ ഓക്കലൊക്കെ ഇട്ട് കേൾപ്പിച്ചാണ് ഗൈസ് നമ്മൾ ഓട്ടോ എടുത്തത്. പക്ഷേ അത് കഴിഞ്ഞ് ഇപ്പം ഒരു തരത്തിലും വണ്ടി ഓടാൻ വയ്യാത്ത പ്രശ്നം ആയപ്പോഴാണ് ഗൈസ് നമ്മൾ ഓക്കൽ അഴിച്ചു വെച്ചത്. ഓക്കൽ അഴിച്ചു വെച്ചു ആ ട്രിപ്പ്. അപ്പം പയ്യന്മാർക്ക് തന്നെ ഒരുമാതിരി ആയിരുന്നു, അതായത് ഓക്കലില്ലാതെ വന്ന്. അപ്പം നമ്മൾ പിന്നെ കാര്യം അവരോട് പറഞ്ഞു, ഓക്കൽ വെക്കണ ഒരു അവസ്ഥയിലല്ലാത്തതുകൊണ്ട്. അപ്പം അവർക്ക് മനസ്സിലായി കാര്യം. പിന്നെ അവർക്ക് ഒന്ന് അടിച്ച് പൊളിച്ച് പോകാൻ വേണ്ടിയിട്ടാണ് ഗൈസ് വിളിച്ചത്. അതുകൊണ്ട് തന്നെ അവർ ഇതിപ്പം നമ്മളിവിടെ വണ്ടി ഇറക്കിയിടുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ അടുത്ത് സ്പേസ് ഉള്ളൊരു സ്ഥലമാണ്, ഇവിടെ ഇടാൻ പറ്റുള്ളൂ, റോഡ് ബ്ലോക്ക് ആക്കാതെ. വലിയ തിരക്കുള്ള റോഡൊന്നുമല്ല, ജസ്റ്റ് ചെറിയ വണ്ടികളൊക്കെ വന്നാൽ പോകാനുള്ളൊരു ഗ്യാപ്പ് ഇട്ടാൽ അവന്മാർ പറഞ്ഞായിരുന്നു. അങ്ങനെ നമ്മൾ വണ്ടിയൊക്കെ വളച്ചിട്ടു. അപ്പോൾ പയ്യന്മാർ നമ്മളെ വണ്ടിയുടെ പിറകെ നടക്കുകയാണ് ഗൈസ്. അവിടെ ഇവിടെയൊക്കെ കറങ്ങി നടക്കുന്നത്. എനിക്കിതിലുള്ള ഒരുവിധം പയ്യന്മാരെ അറിയാം. നമ്മൾ നേരത്തെ ഇവിടെ നിന്ന് 37 സീറ്റ് ബസ് ഇട്ട് ഓട്ടോ എടുത്തിട്ടുള്ളതുകൊണ്ട് നമുക്ക് ഒരുവിധം ആൾക്കാരെയൊക്കെ അറിയാൻ കഴിയും ഗൈസ്. അപ്പോൾ യവന്മാർ ഇതിൽ നിന്ന് ഒരു വിധത്തിൽ പോകുന്നില്ല. യവന്മാരെ അവിടെ ഇവിടെയൊക്കെ നോക്കി പാവം പയ്യന്മാരാണ് കേട്ടോ. എന്ന് വെച്ചാൽ നമ്മളും പണ്ട് പല വണ്ടി ഇതിനൊക്കെ വായും തുറന്ന് നോക്കി നിന്നിട്ടുണ്ട് ഗൈസ്. അപ്പോൾ നമുക്ക് കയറാൻ പോലും പറ്റിയിട്ടില്ല. പക്ഷേ അന്ന് പണ്ടത്തെ വണ്ടികളെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത്രയും സെറ്റപ്പുള്ള വണ്ടികളൊന്നും അല്ല ഗൈസ്. ഒരു ജാബേൽ കണ്ടാൽ നമ്മൾ വിചാരിക്കും അതാണ് ഏറ്റവും വലുതെന്ന് വിചാരിച്ചിരുന്ന കാലം ഉണ്ടായിരുന്നു. നമ്മൾ
ഒരു ടൂറിസ്റ്റ് ബസ്, അതായത് നമ്മൾ വീടിനടുത്ത് നിന്ന് വല്ല കല്യാണം വല്ലതും ഉണ്ടെങ്കിൽ ടൂറിസ്റ്റ് ബസ് എന്ന് ആദ്യം നമ്മൾ അറിയാത്ത പോലെ കയറി നോക്കും എത്ര ചെണ്ടയുണ്ട്. അപ്പം നമ്മൾ ചെണ്ട കൂടുതലുള്ള ചെണ്ടയെന്നല്ലേ എന്ന് പറയണം JBLന്. ഇപ്പോൾ ചെണ്ട കൂടുതലുള്ള വണ്ടിയിലെ കയറുള്ളായിരുന്നു ഗൈസ്. അപ്പോൾ ഇപ്പം അങ്ങനെയൊന്നുമല്ല, ഇപ്പോൾ പഞ്ച് ബോക്സും കാര്യങ്ങളൊക്കെ ആയി. അപ്പോൾ ഈ നിൽക്കുന്ന പയ്യന്മാരാണ് ഗൈസ് നമ്മളെ കൂടെ ഇന്ന് ട്രിപ്പിന് വരാനുള്ളത്. പയ്യന്മാരെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്നും പറയല്ല, ഫുള്ള് ഓണാണ് ഗൈസ്. അതുപോലെ തന്നെ അവരെ യാത്ര അയക്കാൻ വേണ്ടിയിട്ട് വന്നിരിക്കുന്ന ആൾക്കാരെയാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇപ്പം നമ്മുടെ കൂടെ ട്രിപ്പിന് ഇല്ലാത്ത കൊച്ചു പയ്യന്മാരെ എല്ലാം ഇറക്കുകയാണ് ഗൈസ്. എന്ന് വെച്ചാൽ മറ്റുള്ളവർക്ക് കയറാൻ വേണ്ടിയിട്ട്. ഇപ്പം ഇവരെല്ലാവരും അവർ പോകുന്നത് കാണാനും ഈ പാട്ടിട്ട് ഒന്ന് അവർ ഡാൻസ് കളിക്കുന്ന കാണാനും ഒക്കെ ആയിട്ടാണ് പറഞ്ഞത്. അപ്പം പയ്യന്മാരെന്ന് വെച്ച് കഴിഞ്ഞാൽ കയറി ഉടനെ തന്നെ ഡാൻസ് കളി തന്നെ. അവന്മാർ സത്യം പറഞ്ഞാൽ ഇവിടെ നിന്ന് കല്ലമ്പലം, അതായത് പുതുശ്ശേരി മുക്കിൽ നിന്ന് വണ്ടി എടുത്തിട്ട് കൊല്ലത്ത് പോയി അമ്പലത്തിൽ കയറിയപ്പോഴല്ലാതെ അവന്മാർ തുള്ളൽ നിർത്തിയിട്ടില്ല. ഒരേ തുള്ളക്കം ഒരേ പോളി പയ്യന്മാരായിരുന്നു കേട്ടോ. അപ്പോൾ എല്ലാവരും കൂടെ യാത്രയൊക്കെ പറഞ്ഞ് അയക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ അവിടെ നിന്ന് വണ്ടി എടുത്തുകൊണ്ട് വരുമ്പോൾ തന്നെ പയ്യന്മാർ നമ്മളെ വണ്ടി കാണാനായിട്ട് മതിലിൻ്റെ മുകളിലേക്ക് കയറി ഇരിക്കുന്നുണ്ട് ഗൈസ്. അപ്പം എനിക്കിതിൽ പാട്ട് കേൾപ്പിക്കണമെന്നുണ്ട്. അതായത് നമ്മൾ കുറച്ച് പാട്ടിട്ടേക്കാണ് വണ്ടിക്കകത്ത്. പക്ഷേ യൂട്യൂബിൻ്റെ കാര്യം നിങ്ങൾക്ക് അറിയാമല്ലോ, ഇത് പാട്ട് അങ്ങനെ കേട്ട് കഴിഞ്ഞാൽ അപ്പോഴേ കോപ്പിറൈറ്റ് വരും. അപ്പോൾ കോപ്പിറൈറ്റ് വന്നു കഴിഞ്ഞാൽ നമുക്ക് പിന്നെ അത് ക്ലെയിം ചെയ്ത് കളഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ വോയിസും കാര്യങ്ങളൊക്കെ പോകും. അപ്പം നമുക്ക് വെളിയിൽ നിന്നുള്ള സിനിമാ പാട്ടാവട്ടെ ഭക്തിഗാനാവട്ടെ ഒന്നും തന്നെ യൂട്യൂബിൽ നമുക്കിത് കേൾപ്പിക്കാൻ പറ്റില്ല. അതായത് ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് ആയിട്ട് കേൾപ്പിക്കാൻ പറ്റില്ല. അപ്പോഴേ യൂട്യൂബിൽ നിന്ന് കോപ്പിറൈറ്റ് കിട്ടും. അതുകൊണ്ടാണ് ഗൈസ് ഞാൻ പൂർണ്ണമായിട്ടും ഇതിൻ്റെ സൗണ്ട് എല്ലാം കട്ട് ചെയ്ത് കളഞ്ഞത്. നല്ല സൗണ്ടും കാര്യമൊക്കെ ഉണ്ടായിരുന്നു ഗൈസ്. അത് കൂടെ ഉണ്ടായിരുന്നെങ്കിൽ കുറച്ചും കൂടെ രസമായിരുന്നു വീഡിയോ കാണാൻ. പക്ഷേ കോപ്പിറൈറ്റിൻ്റെ ഇഷ്യൂ ഉള്ളതുകൊണ്ട് മാത്രമാണ് ഗൈസ് ഞാൻ ഇതിൽ സൗണ്ട് കട്ട് ചെയ്തത്. അപ്പം നമ്മൾ പൊക്കോണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ പാരിപ്പള്ളി വഴിയാണ് വന്നത്. അതുവഴി വന്ന് നമ്മൾ നേരെ മണികെട്ടണ അമ്പലം എത്തിയിട്ടുണ്ട് ഗൈസ്. അപ്പം മണികെട്ടണ അമ്പലത്തിലൊക്കെ ഞാൻ പണ്ടാണ്ട് ബൈക്കിലാങ്ങണ്ട വന്നിട്ടുള്ളേ ഉള്ളൂ ഗൈസ്. അപ്പം അന്ന് ഇത്ര സെറ്റപ്പ് ഒന്നും ഇല്ല കേട്ടോ. എനിക്ക് തോന്നുന്നു ഇത്രയും പാർക്കിംഗ് ഗ്രൗണ്ട് അങ്ങനെയൊന്നും ഞാൻ കണ്ടിട്ടില്ല ഗൈസ്. അന്ന് ഇനി ഉണ്ടായിരുന്നോന്ന് എനിക്ക് അറിയില്ല. അപ്പം നമ്മൾ അവിടെ നിന്ന് വന്നപ്പോൾ നമുക്ക് നമ്മളെ കൊമ്പന്മാരെ എല്ലാവരെയും കാണാൻ പറ്റിയിട്ടുണ്ട് ഗൈസ്. എന്ന് വെച്ചാൽ ഓഫ് സീസൺ ആയതുകൊണ്ട് തന്നെ എല്ലാ വണ്ടിയും ഓട്ടോ ഇല്ലാതെ കിടക്കണോണ്ട് തന്നെ ഞായറാഴ്ച ദിവസം മാത്രമാണ് നമ്മളെ വണ്ടികളൊന്ന് ഇറങ്ങി ഓടുന്നത്. അപ്പോൾ നമ്മളെ വണ്ടികളല്ല, പല വണ്ടികളും ഞായറാഴ്ച ദിവസങ്ങളിലാണ് ഇറങ്ങി ഓടുന്നത്. ഇപ്പം ഓഫ് സീസൺ അല്ലേ. അപ്പം നമ്മൾ വന്നപ്പോൾ പല കൊമ്പന്മാരും വമ്പന്മാരും അതിൻ്റെ ഇടയിൽ കിടക്കുന്നുണ്ട് ഗൈസ്. നമ്മളെ വണ്ടി അതിനിടയിൽ കൊണ്ടിട്ടപ്പോൾ ഒരു പ്രത്യേക മൊഞ്ചായിരുന്നു ഗൈസ്. നിങ്ങൾ തന്നെ നോക്കിയോ, എല്ലാം കൊച്ചു വണ്ടികളാണ് കിടക്കുന്നത്. അപ്പോൾ നമ്മുടെ വണ്ടി കാണാൻ ഒരു പ്രത്യേക ഭംഗിയായിരുന്നു. അതതിൻ്റെ ആ ഒരു കളർ കൊണ്ടായിരിക്കും. ഈ കളറിന് ഭയങ്കര ഫാൻസാണ് ഗൈസ്. എത്ര പിള്ളേർ പറഞ്ഞിട്ടുണ്ട് അടിപൊളി കളറാണെന്ന്. അപ്പോൾ മണികെട്ടണ അമ്പലമാണ് ഞാനിപ്പോൾ കാണിച്ചുകൊണ്ടിരിക്കുന്നത്. ഞാൻ ബോട്ടിലൊന്നും കയറി അപ്പുറത്തോട്ടൊന്നും പോയില്ല. ഞാൻ ഇപ്പുറത്തെ സൈഡിൽ നിന്ന് ഞാനുണ്ട്, മറ്റേ കുട്ടനും ഉണ്ടായിരുന്നു കേട്ടോ. കുട്ടനും ഞാനും കൂടെ അങ്ങനെ അമ്പലത്തിലൊന്നും കയറിയില്ല. അത് കഴിഞ്ഞ് നമ്മൾ തിരിച്ച് വണ്ടി എടുത്തുകൊണ്ട് വരികയാണ് ഗൈസ്. അപ്പം യവന്മാർക്ക് ഡാൻസ് കളിക്കണം. അപ്പം ഞാൻ പറഞ്ഞ് അത് നമുക്ക് അകത്തോട്ട് വരി കളിക്കാം പറ്റൂല കേട്ടോ, നമുക്ക് ഡാൻസ് കളിക്കണം. ശരി കളിച്ചോ. എന്ന് വെച്ചാൽ രാത്രി ഒരു 10 മണിയെങ്കിലും ആവും. അപ്പോഴത്തേക്കും ഒരു റോഡിൻ്റെ സൈഡ്, അതൊരു തിരക്കൊന്നുമില്ല കേട്ടോ. അവരെ വീടിൻ്റെ അവിടെ എത്തിയായിരുന്നു. പുതുശ്ശേരി മുക്കൊക്കെ എത്തിയതിന് ശേഷമാണ് റോഡിൻ്റെ സൈഡിലോട്ട് മാറ്റിയിട്ട് ഡാൻസ് കളിക്കുകയാണ്. വേറെ വണ്ടിയും കാര്യങ്ങളൊന്നും ഇല്ല, റോഡൊന്നും ബ്ലോക്ക് ആക്കിയിട്ടൊന്നും ഇല്ല. ചിലർ വീഡിയോ കണ്ടിട്ട് കമൻറ്റ് ഇടും, നിങ്ങൾ റോഡ് ബ്ലോക്ക് ആക്കി ആൾക്കാരെ ബുദ്ധിമുട്ടിച്ചു എന്നൊക്കെ പറയാം. അങ്ങനെയൊന്നും ഇല്ല. വണ്ടി നമ്മൾ സൈഡാക്കിയിട്ടാണ് ഡാൻസ് കളിക്കുന്നത്. വേറെ പ്രശ്നമൊന്നുമില്ല. നമ്മളങ്ങനെ അല്ലാതെ റോഡ് ബ്ലോക്കാക്കി ഒരാളെ ബുദ്ധിമുട്ടിച്ചുകൊണ്ടൊന്നും ചെയ്യണമെന്നുള്ള ഒരു മൈൻഡ് നമുക്കില്ല. നമ്മളെ കൂടെ വരുന്ന ക്ലയൻറ്റ് ഹാപ്പി ആയിരിക്കണം. അതിപ്പം ആരായാലും നമ്മളെ കൂടെ വരുന്ന, അതായത് നമ്മൾ ഒരുപാട് ട്രിപ്പ് ഓടിയിട്ടുണ്ട്, നമുക്ക് അങ്ങനെ നെഗറ്റീവ് റിവ്യൂ ഒന്നും ഇതുവരെയും കിട്ടിയിട്ടില്ല. എല്ലാവരും നല്ല അഭിപ്രായമാണ് പറഞ്ഞത്. അതുപോലെ നമ്മൾ ട്രിപ്പ് എടുത്തെടുത്ത് ഇവരെ ഡ്രോപ്പ് ചെയ്യാൻ പോയി. ഇപ്പോൾ ഇവർ ഓക്കലില്ലെങ്കിൽ എന്താണെന്നും പറഞ്ഞ് സൈഡിൽ കിടന്ന് മാരൊക്കെ ഡാൻസ് ആയിരുന്നു ഗൈസ്. ഡാൻസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ വണ്ടി എടുത്തുകൊണ്ട് പോണവരെ ഇവർ ഒരേ കണക്ക് തുള്ളിക്കളഞ്ഞ്. ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ വണ്ടി എടുത്തുകൊണ്ട് തിരിച്ചു വന്നപ്പോഴത്തേക്ക് റോഡിൻ്റെ സൈഡിൽ നിന്ന പയ്യന്മാരാണ് അണ്ണാ ഒരു പാട്ട് ഇട്ടവരോ എന്നും പറഞ്ഞ് അവരും തുള്ളി ഗൈസ്. അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം.